ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് പേര് ചേച്ചി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ അടക്കം ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. മാത്രമല്ല ഇന്ന് ഞാൻ കാലത്ത് എഴുന്നേറ്റ് ക്ലാസ്സിലെല്ലാം പോകാൻ വേണ്ടി റെഡിയായി എല്ലാം കഴിഞ്ഞപ്പോഴാണ് പോകാൻ നിൽക്കുമ്പോഴാണ് മെസ്സേജ് വന്നത് ഇന്ന് ക്ലാസ് ഇല്ല എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ പോയിട്ട് കുട്ടൂസിനെ കൊണ്ടാക്കാം. കുട്ടൂസിന് പോകാനുള്ള നേരമായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പം ഇന്ന് നല്ല മഴയുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ക്ലാസ്സില്ല എന്ന് പറഞ്ഞപ്പോൾ. നല്ല മഴയുണ്ട്. കുട്ടൂസിന് പക്ഷേ ക്ലാസ് ഉണ്ട്. പോയിട്ട് വരാം കേട്ടോ. പോവാ, സ്കൂളിൽ പോവാ. പോവാ. കോട്ട് വേണം, ജാക്കറ്റ് ഇടണം, അതാണോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുതിയ ക്യാമറ വാങ്ങിച്ച കാരണം കൊണ്ടൊന്ന് ഇത് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് നമ്മളിന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം കേട്ടോ. അപ്പോൾ അതേ കാലത്ത് തന്നെ ഭയങ്കര തിരക്കാണ്. എല്ലാവരും പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ട് ഈ സമയത്തൊക്കെ നല്ല തിരക്കാണ്. ഞാൻ പോണ ടൈമാണ് കറക്റ്റ് ഇത്. ഈ ട്രാമിലാണ് ഞാൻ പോവാറ്. പക്ഷേ നമുക്കിന്ന് പോകേണ്ട ആവശ്യമില്ല. ഇത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു. മഴയായ കാരണം അത്ര നല്ല സുഖമൊന്നുമില്ല നടക്കാൻ. ഞാൻ വിചാരിച്ചു കാലത്താവുമ്പോൾ നടക്കുമ്പോൾ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച്. ക്ലാസ് ഒരു 8 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പിള്ളേർ ഇപ്പോൾ 8:30 ആയിട്ടും പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം നിന്നു. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. കുട്ടൂസിന് സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് അവന് ഭയങ്കര വിശപ്പ്. സാധാരണ അത്രയ്ക്ക് വിശപ്പ് പറയാറില്ല. അപ്പം ഞാൻ വേഗം തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു, നീ സ്കൂളിൽ നിന്നൊന്നും കഴിച്ചില്ലേന്ന് ചോദിച്ചു. ചില സമയത്ത് അവന് പറ്റാത്ത എന്തെങ്കിലും ജർമ്മൻ ഫുഡൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറുക്ക് പോലത്തെ എന്തൊക്കെയോ കൊടുക്കുമെന്ന് പറഞ്ഞു. മിൽക്ക് റൈസാന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ചില സമയത്ത് അവൻ കുറച്ച് കഴിക്കുള്ളൂ. പക്ഷെ ഇന്നലെ അവൻ തീരെ കഴിച്ചിട്ടില്ല. എനിക്ക് ഫുഡ് ഇന്നലെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഫുഡ് കാർഡ് ഉണ്ട്. ഈ വർഷം തൊട്ടാണ് കേട്ടോ. ഒരു കാർഡ് ഉണ്ട്, ഒരു ഐഡൻറ്റിറ്റി കാർഡ്. ആ കാർഡ് കൊണ്ടുപോയാൽ മാത്രമാണ് ഫുഡ് കൊടുക്കുള്ളൂ, ഇല്ലെങ്കിൽ ഫുഡ് കൊടുക്കില്ല അത്. അപ്പം ഞാൻ ചോദിച്ചു, നീ മിസ്സിൻ്റെ അടുത്ത് പറയാറുന്നില്ലേ? മിസ്സിന് അറിയാലോ ഈ സ്കൂളിലത്തെ കുട്ടിയാണ് അറിയാലോ, ക്ലാസ്സിലത്തെ കുട്ടിയാണ് അറിയാലോ. 3 മണി വരെ കാലത്ത് ഇവിടെ നിന്ന് 7:45 പോണ കുട്ടികൾ ഒരു 8:30 9 മണിയാകുമ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ 3 മണി വരെ പിന്നെ വിശന്നല്ലേ അവനിരുന്നത്. അപ്പം അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഫുഡ് കൊടുത്തില്ല മിസ്സിനോട് ചോദിച്ചപ്പോൾ മിസ്സ് പറഞ്ഞു, കാർഡില്ലാത്ത കാരണം ഫുഡ് കിട്ടില്ല എന്ന്. അപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയണമല്ലോ മിസ്സിൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്തതാണ്. പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത കാരണം കൊണ്ട് എത്ര സമയമായത്. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിൽ പോകാം. നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ എന്തെങ്കിലും പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിസ്സിനോട് സംസാരിക്കാം. അല്ല, മിസ്സ് ചിലപ്പോൾ പറയും പ്രിൻസിപ്പളിൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ മിസ്സിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പ്രിൻസിപ്പൾ അങ്ങനെയാണ് പറഞ്ഞത്, കാർഡില്ലാത്ത കുട്ടികൾക്ക് കൊടുക്കരുതെന്ന്. പക്ഷെ തീരെ ചെറിയ കുട്ടികളാണെന്നും കൂടി ആലോചിക്കണമല്ലോ അവർ. ഈ 9 മണിക്ക് ഫുഡ് കഴിച്ചിട്ട് അവരത് കറക്റ്റായിട്ട് കഴിക്കുമെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ കൊടുത്തു വിടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ചില സമയത്ത് ഫുൾ കഴിക്കും, ചില സമയത്ത് ബ്രെഡ് എന്തായാലും ചിലപ്പോൾ ഒരു പീസ് ബാക്കി വെക്കും. ഈ 3 മണിക്ക് സ്കൂൾ വിടും. വീട്ടിലെത്തുമ്പോൾ 3:15. അത്രയും നേരം ഈ ചെറിയ കുട്ടികൾ പട്ടിണി ഇരിക്കണ്ട. അപ്പോൾ അത് അവരൊന്ന് ചിന്തിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതായത് നമ്മളങ്ങനെ കുട്ടൂസിനെ കൊണ്ട് വിട്ടിട്ട് വന്നു. നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഇപ്പോൾ സമയം 8:45 ഇത്ര നേരത്തെ ഒന്നും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല. പിന്നെ ക്ലാസ്സിൽ പോണ കാരണം കൊണ്ട് ഇപ്പം നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പോകാൻ അപ്പോൾ അതെ ഓൾറെഡി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കഴിക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ തൊട്ട് എനിക്ക് കാലത്തല്ല Monday to Friday വരെ ക്ലാസ് ഉണ്ട്. അതെനിക്ക് 8:30 തൊട്ട് 1:30 വരെയാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരു 7:45 ആകുമ്പോൾ ഒരു 7:50 ആകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് അരമണിക്കൂറുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് ക്ലാസ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറുണ്ട്, കറക്റ്റ് അരമണിക്കൂറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാക്ക് ചെയ്തിട്ട് പോകും. എല്ലാവരും പാക്ക് ചെയ്തിട്ട് വരും. നമുക്കൊരു 9:30 ആകുമ്പോഴാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം കിട്ടുന്നത്, ഒരു 15 മിനിറ്റ്. അപ്പോൾ ഞാനിപ്പോൾ തൊട്ട് ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുപോകണ കാരണം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലുമാണ് ഉണ്ടാക്കണേ. കാലത്ത് നമുക്ക് എഴുന്നേറ്റ് ഉണ്ടാക്കാനുള്ള ടൈമില്ലല്ലോ. മുന്നെന്ന് പറയുമ്പോൾ അങ്ങനെയായിരുന്നില്ല. എനിക്ക് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ക്ലാസ്, 1:30 അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കാലത്ത് ഉച്ചയിലത്തെയും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് അവിടെ പോയിട്ടൊരു കോഫി മാത്രം കുടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ സാൻഡ്വിച്ച് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നലെയും ഇത് തന്നെയായിരുന്നു കേട്ടോ. ടൂണ സാൻഡ്വിച്ചാണ്. അത് ഞാനിങ്ങനെ ഒരു ബോക്സിൽ ആക്കി വെക്കും, ഒരു പാത്രത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ബ്രെഡും കാലത്ത് ആകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കും.
ഇങ്ങനെ ഞാനൊരു ബൗളിൽ ഞാനിങ്ങനെ ആക്കി വെക്കും, മിക്സ് ചെയ്താക്കി വെക്കും. എന്നിട്ടിപ്പോൾ നമ്മൾക്ക് ബ്രെഡിലാക്കി കഴിക്കാമല്ലോ. അപ്പോൾ അതേ ചേട്ടന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ കാലത്ത് ഞാനും ചേട്ടനും കുട്ടൂസൊക്കെ ഇത് തന്നെയാണ് കഴിക്കണത്. ഇനി ഇത് കഴിയുമ്പോൾ അടുത്ത ബാച്ച് ഉണ്ടാക്കി വെക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറി കഴിക്കും. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ടൂണ ഫിഷ് വെച്ചിട്ടോ. ടൂണ ഫിഷും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഉണ്ടല്ലോ, ക്യാപ്സിക്കം, മയോനൈസ് കുറച്ച്, അതുപോലെ ഉപ്പ്, കുരുമുളക്. ടൂണ ഫിഷ് നമുക്കിവിടെ ടിന്നിൽ വാങ്ങാൻ കിട്ടും, അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാലത്തത്തെ പരിപാടി കഴിയും. ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവില്ല. ഇതുപോലെ ക്ലാസ്സിൽ പോകുന്ന ആൾക്കാരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്കിപ്പം എളുപ്പമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിരിക്കണത്. ഇതുപോലെ നമുക്കിവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇത് ടേസ്റ്റ് തന്നെയാണ്, നല്ല നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, കുട്ടൂസിനും ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മളിതുപോലെ ട്രാവലൊക്കെ ചെയ്യണ സമയത്ത് ട്രെയിനിലൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സാൻഡ്വിച്ച് നമ്മൾ വാങ്ങി കൊണ്ടുപോകാൻ ചെയ്യാറ്. അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം, എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റുഡൻസിനായാലും ഒക്കെ അവിടെ നേരത്തെ ക്ലാസ് തുടങ്ങും. 8:30 ഒക്കെ ആകുമ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് ആ സമയത്ത് കാലത്ത് ഫുഡ് കഴിച്ച് പോകാന്ന് പറയുമ്പോൾ ഒരു സുഖമില്ല. കോഫി മാത്രം കുടിച്ചിട്ടാണ് ഞാൻ പോവുക. അവിടെ എത്തിയിട്ട് നമുക്ക് പിന്നെ ടൈം ഉണ്ടല്ലോ. ഞാൻ ഈ സംഭവം ഇങ്ങനെ ആക്കി വെക്കും. എന്നിട്ട് എനിക്കുള്ളത് മാത്രം ഞാൻ പാക്ക് ചെയ്യും, കുട്ടൂസിനുള്ളത് പാക്ക് ചെയ്യും. ചേട്ടൻ പിന്നെ ആ കഴിക്കണ നേരത്ത് ചേട്ടനാണ് ഇത് ചെയ്ത് കഴിക്കാറ്. അപ്പം ഞാൻ ചോദിച്ചിട്ട് ചേട്ടൻ്റെ അടുത്ത് ഒരാഴ്ചയായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? എനിക്ക് ഇത് 2 കഴിച്ചാൽ, ഇതുപോലെ 2 കഴിച്ചാൽ എനിക്ക് കാലത്ത് ഇത് മതി. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, 8:30 ഫുഡ് കഴിക്കണ ആരോട് ഒരു 11 മണി കഴിയുമ്പോഴേക്കും ഇനിയും വിശക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേപ്സ്, അപ്പം നമുക്ക് ടൈമുണ്ട് അവിടെ കഴിക്കാൻ. അപ്പം ഇത് കഴിക്കും. സത്യം പറഞ്ഞാൽ ക്ലാസ്സിൽ പോകണ കാരണം കൊണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുമ്പോഴാണല്ലോ ചിപ്സ് അതൊക്കെ കഴിക്കുക. ക്ലാസ്സിൽ പോയിട്ട് അങ്ങനെ ചിപ്സും അങ്ങനത്തെ കണ്ണി കണ്ട സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഇതല്ലേ, എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം. അപ്പം ഞാൻ മാത്രം ഇതുപോലെ ചിപ്സ് അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ, ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് കാലത്ത് ഒരു പാക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പാക്കല്ല, വലിയൊരു പാക്കാണ്. കുറേ നാളായിട്ട് ഞങ്ങൾ 2 മാസമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ അതേ ബാക്കിൽ ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ സംഭവമാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് 2 മാസമായിട്ട്. കറക്റ്റ് ഇന്ന് കാലത്ത് വന്നു. അത് കാരണം നമുക്ക് എളുപ്പമായി. എന്തായാലും ക്ലാസ് ഇല്ല, ഇവിടെ ഇരുന്ന് ഇതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, നമുക്ക് ഇവിടെ ഫർണിച്ചറുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല വീട്ടിൽ. അപ്പോൾ നമ്മളിത് വാങ്ങിയതാണ്. 2 മാസം മുന്നേ ഓർഡർ കൊടുത്തു ഐക്യയിൽ. ഇപ്പോഴാണ് അത് വന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് നമുക്കങ്ങനെ ഫർണിച്ചറുകളൊന്നും വലിയ കാര്യമായിട്ട് വാങ്ങണ്ട. ഫർണിച്ചർ മീൻസ് നമുക്ക് അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടല്ലോ, ഡൈനിങ് ടേബിൾ, സോഫ, അങ്ങനത്തെ എല്ലാം ഉണ്ട്. അതല്ലാതെ ഒന്നും വാങ്ങണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോൾ ഇതൊരെണ്ണം എന്ന് പറയുന്നത് ചേട്ടന് ഓഫീസല്ല, ചേട്ടന് ഇരിക്കുന്ന സൈഡിലേക്ക്, ചേട്ടൻ വീട്ടിലിരുന്നിട്ടും ആണല്ലോ വർക്ക് ചെയ്യണം. അപ്പോൾ ചേട്ടന് ഇരിക്കുന്ന ആ ടേബിളിൻ്റെ അവിടേക്കുള്ള ഒരു സ്റ്റാൻഡും, പിന്നെ അതുപോലെ തന്നെ ഒരെണ്ണം എനിക്കും കുട്ടൂസിനുള്ള ബുക്കൊക്കെ വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഷെൽഫാണ് കേട്ടോ. അപ്പോൾ ബുക്സൊക്കെ ഒരുപാടായി. എനിക്ക് കുട്ടൂസിന് ഇപ്പോഴും ബുക്സൊന്നും കാര്യങ്ങളൊന്നുമില്ല. അവന് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ സ്റ്റോറി ബുക്കും അതുപോലെ അങ്ങനത്തെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ബുക്സുകളോ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ബുക്സും കാര്യങ്ങളൊന്നും അവനിപ്പോഴും ഒന്നുമില്ല. അപ്പോൾ കംപ്ലീറ്റ് എൻ്റെ ബുക്കാണ്. അപ്പോൾ അതിന് വെക്കാൻ സ്ഥലമില്ല സത്യം പറഞ്ഞാൽ. ഞാനിപ്പോൾ ബുക്ക് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോയുടെ സൈഡിലുള്ള സ്ഥലമല്ലേ, ഞാനത് കാണിച്ചു തരാം. അവിടെയാണ് ഞാൻ ഇത്ര നാള് ഇപ്പോൾ വരെ ആ ബുക്ക് അവിടെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെയാ അവിടെ ഇങ്ങനെ കൂടി വരുമ്പോൾ നമുക്ക് തന്നെ അയ്യോ കാണുമ്പോൾ ഒരു വൃത്തിയില്ലല്ലോ, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ബുക്സ് ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ അതെ, ഇവിടെയാണ് ഞാൻ എൻ്റെ ബുക്സ് എല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അല്ലാതെ ഇനി അപ്പുറത്തെ റൂമിലും ഇതുപോലെ ഒരു ചെറിയൊരു ടേബിളുണ്ട്, അതിലും നിറച്ച് ബുക്സാണ്. അതും എൻ്റെ ബുക്സ് തന്നെയാണ്. ഇവിടെ നമ്മൾ A1 തൊട്ട് B1 വരെ പഠിക്കുമ്പോഴേക്കും ഇത്രയധികം ബുക്സ്. അപ്പോൾ ഇനിയും ഒരു ലോഡ് ബുക്സ് വരാനുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് നീറ്റാക്കി വയ്ക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കാണാനൊരു സുഖമില്ലല്ലോ. ബാലൻസ് ഉള്ള ബുക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ റൂമിൽ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. കുട്ടൂസിൻ്റെ ടോയ്സും അതുപോലെ കുറച്ച് ബുക്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു നല്ല അവധി ദിവസം കിട്ടിയിട്ടുണ്ട്. പിന്നെ പുറത്ത് പോകാൻ പറ്റില്ല, എന്തായാലും മഴയായ കാരണം. പിന്നെ ചേട്ടനും ഇന്ന് വർക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഈ
കോർണറിലേക്കാണ് നമ്മളൊരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുള്ളത്. ഇത് ചേട്ടൻ്റെ പ്ലേസാണ്. അതാണ് ആകെ അലങ്കോലമായിട്ടിരിക്കുന്നത്. ചേട്ടൻ നമ്മൾ എത്ര സെറ്റാക്കിയാലും ഇതിങ്ങനെ തന്നെയായിരിക്കും. പിന്നെ നമുക്കിവിടെ സ്പേസ് കുറവെന്നല്ല, ഈ ഓൾറെഡി നമുക്കിവിടെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ട്, പക്ഷെ അതിൽ നമുക്ക് വെക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റും നല്ല ഇവിടെ വെക്കാൻ പാകത്തിനുള്ളൊരു സ്റ്റാൻഡാണ്. അപ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ ചേട്ടൻ ഇതെല്ലാം കറക്റ്റായിട്ട് ഒതുക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് യൂട്യൂബിന് കുറേ സംഭവങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് അതൊന്നും നമുക്കിവിടെ വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഇവിടെ ചാർജ് ചെയ്യാനും അതിനെതിരെ കണ്ട ഇങ്ങനെയൊക്കെ അലങ്കോലമായിട്ടാണ് കിടക്കണേ. ഇത് ഹാളിലാണ് ചേട്ടൻ ഇരിക്കുന്നത്. ഹാളിൽ തന്നെ ഒരു കോർണറിലായിരിക്കണേ. അപ്പോൾ നമുക്കിവിടെ ആദ്യം വൃത്തിയാക്കി വെക്കണമല്ലോ. ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിലും വന്നിരിക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ നമുക്കത് നീറ്റാക്കി വെക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ഒഴിവ് കിട്ടിയ കാരണം കൊണ്ട് ഇതൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണം. നമുക്ക് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ലാസ്റ്റത്തെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാട്ടോ. നമ്മളെല്ലാം സെറ്റാക്കി ഒരുപാട് ടൈം എടുത്തിട്ടാണ് അതൊക്കെ ഫിക്സ് ചെയ്തത്. ഒരുവിധം നീറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രിൻ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കണക്ഷൻ കൊടുത്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ടേബിളിൽ ഒരുപാട് വയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും നമ്മൾ ഇവിടെ ഇതുപോലെ തന്നെ ഒരു ഹോൾ ഇട്ടിട്ട് ഇവിടെ നിന്ന് എല്ലാ വയറുകളും ഒരുമിച്ച് എടുത്തിട്ട് ഇതും ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ വാങ്ങുമ്പോൾ ഒരുപാട് ഇങ്ങനെ വീതിയുള്ളത് വാങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ മറഞ്ഞാൽ അത്രയും സ്പേസ് പോകുമല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ലാസ്റ്റ് ഈ ഒരു സംഭവം കിട്ടിയത്. കറക്റ്റ് ഈ ഗ്യാപ്പിൽ തന്നെ കണ്ട കറക്റ്റ് ഇവിടെ നമുക്കൊരു ഈ വിൻഡോൻ്റെ ഒരു ഇത് വരുന്നുണ്ട് ഒരു ഇങ്ങോട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് പാകമാവണ വിധത്തിൽ ഒരു ഷെൽഫ് ഞങ്ങൾ അന്വേഷിച്ചിട്ട് അവസാനം കണ്ടുപിടിച്ചതാണ്. അങ്ങനെ ആദ്യത്തെ നമ്മുടെ ഇതിൽ എല്ലാം വെച്ചിട്ട് നമുക്ക് എടുക്കാനൊക്കെ ഭയങ്കര പാടാർന്ന് അറിയാലോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു ഷെൽഫ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ സാധനങ്ങളും എല്ലാ ഐറ്റംസും ചേട്ടൻ്റെ ആവശ്യമുള്ള സംഭവങ്ങളും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഒതുക്കി ചേട്ടൻ വെച്ചിട്ടുണ്ട്. ഇത് ചേട്ടൻ്റെ ഏരിയയാണ്. ഇത് ചേട്ടൻ നീറ്റാക്കി കൊണ്ടു നടക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ഭാഗം കാണുമ്പോൾ ഒരു സമാധാനമുണ്ട്. മുന്നേ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോഴേന്നും ഇത് നമ്മുടെ ഹാളിൽ തന്നെയാണ് ചേട്ടനൊരു കോർണറിൽ ഇരിക്കണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണ കാരണം കൊണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരുമാതിരി ബാക്കി എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ടിരിക്കും. ഇവിടെ മാത്രം ആകെ അലങ്കോലമായിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ തന്നെയല്ലേ ഇരിക്കണം. അപ്പോൾ ഇതെല്ലാം കാണുമല്ലോ. അപ്പോൾ നമ്മളിത് എങ്ങനെ മാറ്റും, എങ്ങനെ ഇത് പ്ലാൻ ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ലാസ്റ്റ് നമ്മൾ ഫൈനൽ ഇത് ചെയ്തു. ഇനിയും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്, അതൊക്കെ പിന്നീട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ കുട്ടൂസിൻ്റെ റൂമിൽ നമ്മൾ ചെറുതല്ല അത്യാവശ്യം വലിയൊരു ടേബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെയും കുട്ടൂസിൻ്റെയും. അപ്പോൾ അത് ഞാൻ സെറ്റാക്കി. നമുക്കിനി പോയി അത് കാണാം. അപ്പോൾ അതേ നമ്മുടെ കുട്ടൂസിൻ്റെ റൂമിലത്തെ ബുക്ക് ഷെൽഫ് ഇതാണ്. ആ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഷെൽഫിൻ്റെ അതേ മാച്ച് തന്നെയാട്ടത്. അങ്ങനെ നോക്കിയെടുത്തതാണ്. പിന്നെ നമുക്ക് ഭാവിയിലായാലും മാറ്റിയിടണമെങ്കിൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ്. തുറന്ന് കാണിച്ചത് അതെ. ആരെങ്കിലുമൊക്കെ ഇവിടെ വാങ്ങണമെന്നുണ്ടെന്ന് വെച്ചാൽ നല്ല അടിപൊളിയാണ്. അത്യാവശ്യം ഒരുപാട് ബുക്ക് കൊള്ളും. കുട്ടൂസിന് അധികം ബുക്കൊന്നും ഇല്ല. ഇത് അവൻ്റെ സ്റ്റോറി ബുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇതേപോലെ തന്നെ അമ്മേ ഇതേപോലെ തന്നെ ഇപ്പുറത്തുണ്ട്. ഇത് എൻ്റെ ഏരിയ ഈ സൈഡ്. പിന്നെ നമുക്ക് മേലെ ഇങ്ങനെ ഇതുള്ള കാരണം കൊണ്ട് ഇവിടെ നമുക്ക് വലുതാണല്ലോ. അപ്പോൾ റൂമിൽ സ്പേസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം നീളമല്ലേ ഇങ്ങോട്ട് അധികം ഇല്ല. അത് ഇങ്ങോട്ട് നീളത്തിലായിരിക്കണത്, അല്ല വീതിയിലാണ് ഇരിക്കണത്. അപ്പോൾ നമുക്ക് റൂമിൽ സ്ഥലമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒതുങ്ങി ഒരു സൈഡിൽ കിടക്കും. പിന്നെ അതെ നമുക്ക് മേലെ അത് കാരണം കൊണ്ട് ബാഗൊക്കെ വെക്കാം. പിന്നെ ഇതിൻ്റെ അടിയിലും വേണമെങ്കിൽ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അടിയിൽ വെക്കാം. ഇപ്പോൾ നമ്മളൊന്നും വെച്ചിട്ടില്ല, മറ്റേ നെറ്റിൻ്റെ കണക്ഷൻ്റെ സംഭവം മാത്രമേ വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഇതും ശരിയായി. അപ്പോൾ ഒരുപാട് നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഈ റൂമും അതുപോലെ തന്നെ ആ ഒരു കോർണറും സെറ്റ് ചെയ്യണം എന്നുള്ളത്. ഈ കാണുന്ന ഷെൽഫിലാണ്, ഈ ഷെൽഫാണ് അവിടെ ആദ്യം ആ കോർണറിൽ ഇരിക്കേണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചെറുതല്ലേ, ഇതിലൊന്നും കൊള്ളില്ല. ഇപ്പോൾ കുട്ടൂസിൻ്റെ സാധനങ്ങൾ ടോയ്സ് എല്ലാം കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെയുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, നമ്മളിവിടെ വീട് എടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ ഷെൽഫും കാര്യങ്ങളും അതുപോലെ മേലെ ലോഫ്റ്റൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതുപോലെ വെക്കണം എന്നുണ്ടെന്ന് വെച്ചാൽ വാങ്ങാണ്ട് വേറെ നിവൃത്തിയില്ല. നമ്മൾ സെക്കൻഡ് ഹാൻഡൊക്കെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടും കൂടി ഇങ്ങനെ റോഡ് സൈഡിൽ ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ കൊടുക്കണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് പല വഴിയിലും ഫ്രീ ഒക്കെ കിട്ടാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ നമുക്ക് കാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി എടുത്തു കൊണ്ടുവരാനൊക്കെ പറ്റും. നമുക്ക് കാറൊന്നും ഇല്ലാത്തവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനില്ല, പുതിയത് വാങ്ങേണ്ട വരും, ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കേണ്ടി വരും. അപ്പം ഞങ്ങളങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനത്തെ തന്നെ വാങ്ങി ഇട്ടത്. പിന്നെ ഇതാണ് നമ്മൾ ഈ വീട്ടിലേക്ക്
പുതിയതായിട്ട് വാങ്ങുന്ന ഫർണിച്ചർ ഇതും പിന്നെ അതുപോലെ ഒരു കട്ടിലും മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചേട്ടൻ്റെ ഫ്രണ്ട് പുതിയ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം ഒരു വീഡിയോയിൽ ചേട്ടൻ്റെ ഫ്രണ്ട് ഒരു വീട് വാങ്ങിച്ച സമയത്ത് അവൻ്റെ ഫർണിച്ചറുകൾ അതിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവന് കാറ് ഓടിക്കാൻ അറിയാം, കാറുണ്ട്. അപ്പോൾ അവൻ നമ്മളതിനെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ ഫർണിച്ചറല്ല ആ ഫർണിച്ചറുകളെല്ലാം നമുക്ക് ഇവിടെ കൊണ്ട് ഇറക്കി തന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രക്ഷയില്ല. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഐക്യെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി നിവൃത്തിയുള്ളൂ. ഐക്യ മാത്രമല്ല, ഐക്യ പോലെ തന്നെ ഒരുപാട് അതിനെക്കാട്ടും കുറച്ചും കൂടി വില കുറവിന് കിട്ടുന്നതായിട്ടുള്ള ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ വീട്ടിലേക്ക് കൊണ്ടുതരും ഡെലിവറി ഓപ്ഷൻ എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഈ ഫർണിച്ചർ ഇത് രണ്ടും വാങ്ങിച്ചിട്ടുള്ളത് ലുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കയറിയിട്ട് ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നടക്കാൻ ഇറങ്ങിയതാട്ടാ. നടക്കാനും കുട്ടൂസിനെ സൈക്കിൾ കുറച്ച് നേരം ചവിട്ടിപ്പിക്കാനും. അപ്പം നമ്മൾ സൈക്കിളൊക്കെ വാങ്ങി. അപ്പോൾ നമ്മൾ സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കെല്ലറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. തുറക്ക്. അയ്യോ കീതാ. അപ്പോൾ നമ്മൾ സൈക്കിൾ ഓടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടൂസിനെ കൊണ്ട് പോകാൻ നിൽക്കുക. അപ്പോൾ നമ്മൾ പുറത്തല്ല കേട്ടോ സൈക്കിൾ വെച്ചിരിക്കണം. വീടിൻ്റെ താഴെ കെല്ലറുണ്ടല്ലോ ബേസ്മെൻറ്റിൽ. അപ്പം അതിലാണ് നമ്മുടെ 3 പേരുടെയും സൈക്കിൾ വെച്ചിരിക്കണം. 3 പേരും സൈക്കിൾ വാങ്ങിച്ചു. പക്ഷേ ഞങ്ങൾ 2 പേരും സൈക്കിള് ഇന്ന് എടുക്കണില്ല. ഇന്ന് കുട്ടൂസിനെ ഓടിപ്പിക്കുന്ന കാരണം കൊണ്ട് ഇന്ന് ഞാനും ചേട്ടനും സൈക്കിള് എടുക്കണില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ താഴെ ബേസ്മെൻറ്റിലുള്ള സൈക്കിൾ വയ്ക്കാനുള്ള ഏരിയ. ഇതിൽ നമുക്ക് ഈ ഫ്ലാറ്റിലുള്ള ആർക്ക് വേണമെങ്കിലും സൈക്കിള് കൊണ്ടുവയ്ക്കാം. പുറത്ത് ഇവിടെ ഭയങ്കര സൈക്കിൾ മോഷണമാണല്ലോ. അപ്പോൾ അത് കാരണമാണ് നമ്മളിവിടെ സൈക്കിൾ വയ്ക്കണേ. അപ്പോൾ ഇതാണ് എനിക്കും കുട്ടൂസിനെ ഓടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം വാങ്ങിച്ചൊരു വലിയ സൈക്കിള്. പിന്നെ അപ്പുറത്തെ ഗ്രീൻ കളറുള്ളതാണ് ചേട്ടൻ്റെ. പിന്നെ കുട്ടൂസിൻ്റെ അതേ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഹാൻഡാ, ഇത് രണ്ടും പുതിയതാ. സൈക്കിൾ എടുത്തിട്ട് വാ. അപ്പോൾ ഈ കെല്ലർ നിങ്ങൾ റൂം ടൂർ വീഡിയോ ഹോം ടൂർ കണ്ടപ്പോൾ ചിലവർ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ഇങ്ങനെ വാഷിംഗ് മെഷീൻ ഉണ്ട്. ഈ കെല്ലറിൽ നമുക്ക് ഇതുപോലെ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ റൂമിൽ വാഷിംഗ് മെഷീൻ ഇല്ലാത്ത ആൾക്കാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കൊണ്ട് വാഷ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിവിടെ കോയിൻ ഇടണം. 2 യൂറോ എന്ന് തോന്നുന്നു, നമുക്കറിയില്ല. വാഷിംഗ് മെഷീൻ ഉള്ള കാരണം നമ്മളിത് ഇവിടത്തെ യൂസ് ചെയ്യാറില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ വിൻ്ററൊക്കെ വരുന്ന സമയത്ത് തുണിയെല്ലാം അലക്കിയിട്ട് ഉണങ്ങാൻ സമയമെടുക്കുമല്ലോ. അപ്പോൾ മേലെ നമുക്ക് ബാൽക്കണിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് പൂട്ടിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇതുപോലൊരു റൂമുണ്ട്. ഈ റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളും, ബെഡ്ഷീറ്റ് മാത്രമല്ല എല്ലാ തുണികളും വേണമെങ്കിൽ കൊണ്ട് ഉണക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ സമ്മറായ കാരണം കൊണ്ട് ബാൽക്കണിയിലൊക്കെ എല്ലാവർക്കും ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നമുക്ക് ഇടാനുള്ള സൗകര്യമുള്ള കാരണം ഇപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട് ട്രോക്ക് ആൻഡ് റോയും എന്ന് എഴുതി. നമുക്ക് ഇവിടെ സൈക്കിളൊക്കെ വെക്കാൻ സ്ഥലമുണ്ട്. പക്ഷെ ഞങ്ങൾ പുതിയതായത് കാരണം കൊണ്ടാണ് ഇവിടെ വയ്ക്കാത്തത്. നല്ല ക്ലൈമറ്റ് ആട്ടെന്ന് പോവാം. ഞാൻ സൈക്കിൾ എടുത്തിട്ടില്ല. ചേട്ടനും കുട്ടൂസാണ് ഇന്ന് പോണത്. കുട്ടൂസിന് ഇവിടെ കുറച്ച് പേടി ഓടിക്കാൻ. ഇവിടെ പാർക്കിംഗ് ആയ കാരണം കൊണ്ട് പെട്ടെന്ന് റോഡ് സൈഡിൽ നിന്ന് കാർ ഇങ്ങോട്ട് കയറി വരുന്ന കാരണം കൊണ്ട് അവന് ഇത്തിരി പേടിയുണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അവിടെ സിഗ്നലുണ്ട്. സിഗ്നലിന് അവിടെ വരെ അവൻ നോന്നി കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് അവൻ ചവിട്ടും. അവന് ബ്രേക്കൊക്കെ പിടിക്കാറിയില്ലേ? കുട്ടു സൂക്ഷിച്ചോളോട്ടാ. വീടുണ്ടല്ലോ. കുട്ടു സൈഡ് കീപ്പ് ചെയ്യ. റൈറ്റ് സൈഡില് ബൈ. ഇതിപ്പോ ഞാൻ ഇവരുടെ പിന്നാലെ ക്യാമറ പിടിച്ച് നടക്കണം.
അപ്പം ഞങ്ങളിവിടെ കുറേ നാളായിട്ട് കുട്ടൂസിൻ്റെ സൈക്കിള് ചവിട്ടാൻ പഠിപ്പിക്കണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കുറേ നാളായി, നടന്നില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് വന്നപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു, അവർക്കൊരു മോളുണ്ട്. അപ്പോൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ പഠിപ്പിച്ചു, അവളെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചു. തോർത്ത് വെച്ചിട്ടാണ് നമ്മൾ സപ്പോർട്ട് കൊടുത്തതെന്ന് പറഞ്ഞു. തോർത്ത് ഇങ്ങനെ മേലെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുക. തോർത്തിൻ്റെ ആ ഒരു രണ്ട് ഭാഗമുണ്ടല്ലോ, നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുക. എന്നിട്ടാണ് അവരങ്ങനെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു മോളെ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കി, സൈക്കിൾ വാങ്ങിച്ചു. പക്ഷേ ഈ ചെറിയ സൈക്കിളിലല്ല പഠിച്ചേട്ടാ, അവൻ ഇതിനും വലിയ സൈക്കിളുണ്ട്. ആ സൈക്കിളാണ് വാങ്ങിച്ചത്. എനിക്കും കുട്ടൂസിനും ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വലിയ സൈക്കിളാണ് വാങ്ങിയത്. അപ്പോൾ അതിലാണ് അവൻ ഓടിച്ചത്. അപ്പോൾ ഞാൻ അതിൻ്റെ ക്ലിപ്പിങ്സ് ഞാനിവിടെ വീഡിയോ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ തോർത്ത് വെച്ചിട്ട് ഞങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. സൈക്കിൾ ഇത്തിരി അവന് ഹൈറ്റ് കൂടുതലാണ്, പക്ഷെ അവൻ അടിപൊളിയായിട്ട് ചവിട്ടി. പിന്നെ ഞങ്ങൾ ഈ വഴിയിൽ തന്നെ നമ്മൾ അവനെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചത്. അപ്പോൾ ഇത് എൻ്റെ സ്കൂളിലേക്ക് പോണ വഴി, അപ്പോൾ അവന് എളുപ്പമായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇരുന്ന് പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ 2 റൗണ്ട് ഞങ്ങൾ തോർത്ത് വെച്ചിട്ട് സപ്പോർട്ട് കൊടുത്തു. 3ാമത്തെ റൗണ്ട് ആയപ്പോൾ നമ്മൾ തോർത്ത് നമ്മൾ എടുത്തു. പിന്നെ അവൻ തന്നെ ഓടിപ്പിച്ചു തുടങ്ങി. പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഒരു 10-15 മിനിറ്റിൽ തന്നെ അവൻ സൈക്കിൾ ചവിട്ട് പഠിച്ചു. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെ തന്നെയായിരുന്നു പഠിപ്പിക്കുന്ന ഒരു 2-3 റൗണ്ട് കഴിയുമ്പോഴേ അവർ പഠിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഇവൻ ഇത്തിരി കൂടി വലുതായില്ലേ, അപ്പോൾ വലിയ സൈക്കിളാകുമ്പോൾ പറ്റുമെന്ന് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയായിട്ട് സൈക്കിൾ ചവിട്ടാൻ അവൻ പഠിച്ചു. അപ്പോൾ നമ്മളങ്ങനെ പോയി വന്നിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര ടയർഡായി. കുട്ടൂസൊന്ന് കുറേ നേരം സൈക്കിൾ ചവിട്ടി. ഞാൻ പോയിട്ട് വെറുതെ ഇരുന്ന് എനിക്ക് ബോറടിച്ചിട്ട് വയ്യ. ഞാൻ അവിടെ ഇരുന്ന് ഉറക്കം തോന്നുമായിരുന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഡിന്നറായി ലാസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. ബൈ.